135/2025 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. താഴെ പറയുന്നതിൽ മത്സ്യ ഇനത്തിൽ പെടാത്തതേവ? ആൻസർ ഓപ്ഷൻ എ ചെമ്മീനാണ്. മത്സ്യ ഇനത്തിൽ പെടുന്നതാണ് തിരണ്ടി, ആരൽ, സക്കർ ഫിഷ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ സി ചൈനയാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ബി വിസരണം. 2022 ഫിഫ ലോകകപ്പ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. അതായത് അർജൻറ്റീനയ്ക്ക് 3ാമതും കപ്പ് നേടി ശരിയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു, അതും ശരിയാണ്. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി, അത് തെറ്റാണ്. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി, അത് ശരിയാണ്. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അനേർട്ടാണ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ എ ബില്ലോ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആൻസർ ഓപ്ഷൻ സി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലക്രമണത്തിൽ പട്ടികപ്പെടുത്തുക? ആൻസർ ഓപ്ഷൻ ഡി 2, 3, 4, 1. അതായത് ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗര സമരം, നിസ്സഹരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ്? ആൻസർ ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാളാണ്. ബാരാലാച്ച ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശാണ്. ജൈന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി മേഘാലയയിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്താണ് നടന്നത്? ആൻസർ ഓപ്ഷൻ സി 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ യങ് ഇന്ത്യ ആണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? ആൻസർ ഓപ്ഷൻ ബി 1804. കാർഡമൻ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ കേരളം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ സിക്കിമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ എ കേബുൾ ലാംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവന്മാരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ദ്രാവിഡ ശൈലി. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്?
സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നു. വിയോജിക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നു. ഛേദക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപം കൊള്ളുന്നു. ആൻസർ ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2021 സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയാര്? ആൻസർ ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ആൻസർ ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ആൻസർ ഓപ്ഷൻ എ ബൃഹദേശ്വര ക്ഷേത്രം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണ്? ആൻസർ ഓപ്ഷൻ ബി കുടുംബശ്രീ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയത്രി ആര്? ആൻസർ ഓപ്ഷൻ സി സുഗതകുമാരിയാണ്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 14-ലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്? ആൻസർ ഓപ്ഷൻ സി മാൻഡമസ് ആണ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 51A ആണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ 10 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീമതി വിജയ് സായനി ആണ്. ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1947 ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിശ്വഭാരതി. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ സി ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത? ആൻസർ ഓപ്ഷൻ ബി PT ഉഷ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ മുതിരമ്പുഴ. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി മത്സ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര്? ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം? ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞമാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏത്? ആൻസർ ഓപ്ഷൻ എ കുമ്പളങ്ങി ആണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി
ക്ഷേത്രപ്രവേശന വിളംബരം. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി. ആൻസർ ഓപ്ഷൻ എ മിഥുൻ ചക്രവർത്തിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ആൻസർ ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ചു. അത് തെറ്റാണ്. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അത് ശരിയാണ്. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകവും മാന്നാനം പ്രസ്സിൽ നിന്നും അച്ചടിച്ചിറക്കി. അതും തെറ്റാണ്. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അത് ശരിയാണ്. അതായത് ഓപ്ഷൻ സി 2, 4 ആണ് ശരി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി INS അരിഹാന്ത് ആണ്. താഴെ പറയുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2, 4 ആണ് ശരി. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം. അത് തെറ്റാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അത് ശരിയാണ്. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം. അത് തെറ്റാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. അത് ശരിയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്വം വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറക്കൽ സമരം നടന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂരാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡൽ നേടുന്ന ആദ്യ താരം. ആൻസർ ഓപ്ഷൻ ബി മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നതിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? ആൻസർ ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 270 മുതൽ 280 ദിവസം വരെയാണ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരണം നടത്തുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ DNA ബാർകോഡിംഗ് ആണ്. താഴെ പറയുന്നതിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മെലാറ്റോണിൻ ആണ്. താഴെ പറയുന്നതിൽ മനുഷ്യരിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? ആൻസർ ഓപ്ഷൻ സി അനുയാത്രയാണ്. ഡയറോക്സിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതും ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കളാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയയിലൂടെ ഉൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്കു തകരാറുണ്ടാകുന്നതും ക്യാൻസർ കാരണമാകുന്നു. താഴെ പറയുന്നത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ എ ഭീമയാണ്. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കാനും സഹായമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്?
ആൻസർ ഓപ്ഷൻ സി മെലാനോബ്ലാസ്റ്റിക് അനീമിയാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപാർക്ക് +2/3 ഈ ചാർജ് ഉള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 ചാർജ് ഉള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജമാകാൻ സാധ്യതയുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രോട്ടോൺ 2 അപാർക്കും 1 ഡൗൺ കോർക്കും, ന്യൂട്രോൺ 1 അപ്പ് കോർക്കും 2 ഡൗൺ കോർക്കുമാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന എന്താണ്? ആൻസർ ഓപ്ഷൻ സി ജലമാണ്. 6 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ആൻസർ ഓപ്ഷൻ ഡി എല്ലായിടത്തും 6 കിലോഗ്രാം ആണ്. താഴെ പറയുന്ന ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡ് ആണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ് കിലോവാട്ട് ഹവർ എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലിൽ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ -273.15 ഡിഗ്രി സെൽഷ്യസും -459.69 ഫാരൻഹീറ്റും 0 കെൽവിനുമാണ് ഏറ്റവും താഴ്ന്ന സ്കെയിലുകളിലെ താപനിലകൾ. ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായവ ഏതാണ്? ആൻസർ പ്രവേഗം 0 ആയാൽ ത്വരണവും 0 ആകും. തെറ്റാണ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0 ആണ്. അത് ശരിയാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ്. അതും തെറ്റാണ്. 2 മാത്രമാണ് ശരി. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാതെ ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ആൻസർ ഓപ്ഷൻ ഡി 3 ശരിയാണ്. അതായത് മാധ്യമങ്ങളിലെ പ്രകാശ സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളിലെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനമായാൽ, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിൻ്റെ ആകെ ഊർജവും എത്ര? ആൻസർ ഓപ്ഷൻ ബി ഗതികോർജം -E/2 ആണെങ്കിൽ ഊർജം E/2 ആയിരിക്കും. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവാണ്. ആധുനിക ആവർത്തിയ പട്ടികയുടെ പിതാവ് മോസ്ലിയുമാണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ്. മെൻഡലീവ് അറ്റോമിക് മാസും മോസ്ലി അറ്റോമിക് നമ്പറുമാണ് ഉപയോഗിച്ചത്. താഴെ പറയുന്നതിൽ ഏതിൻ്റെ അയിരാണ് ശക്തമായി ചൂടാക്കി ലോഹമായി വേർതിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി സിനബാർ ആണ്. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്ര? ആൻസർ ഓപ്ഷൻ ബി 3√2 ആണ്. മോഡ് x-1 = മോഡ് x-3 ആയാൽ x എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 2 ആണ്. 2, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം. ആൻസർ ഓപ്ഷൻ ഡി 7 ആണ്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 80 സെൻറ്റിമീറ്ററും പരപ്പളവ് 384 ചതുര സെൻറ്റിമീറ്ററും ആയാൽ വശങ്ങളുടെ തുക എത്ര? ആൻസർ ഓപ്ഷൻ എ 40 സെൻറ്റിമീറ്റർ. ചതുർഭുജം 1ഉം ഷഡ്ഭുജം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. 1/8 + 1/16 ദശാംശ രൂപം എത്ര? ആൻസർ ഓപ്ഷൻ സി 0.1875. x/2 ഒരു ബഹുപദത്തിൻ്റെ ഘടകമാണെങ്കിൽ p/2 എത്രയാണ്? p2 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 0 ആണ്. 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം എത്ര? ആൻസർ ഓപ്ഷൻ എ 29 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പൂർണ്ണവർഗം ഏത്? ആൻസർ ഓപ്ഷൻ സി 5�6 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് 90.
ഒരു മട്ടത്രികോണത്തിൻ്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? ആൻസർ ഓപ്ഷൻ ഡി 45 ആണ്. 3/8നെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി 9/64 ആണ്. 3q, 5q, 7�7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ആൻസർ ഓപ്ഷൻ എ 1 ആണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിൽ ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താലാണ് 40 ആകുക? ആൻസർ ഓപ്ഷൻ എ 116 ആണ്. 4x എന്ന് പറഞ്ഞാൽ 1024 ആയ 4x-1 എത്ര? ആൻസർ ഓപ്ഷൻ ബി 256 ആണ്. പഞ്ചഭൂജം 108 ആയാൽ നവഭൂജം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 140 ആണ്. 2, 8, 32 എന്നാൽ അടുത്ത സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ സി 128 ആണ്. 1/3.2 എന്ന് പറയുന്നത് 0.3125 ആയാൽ 1/0.032 എത്ര? ആൻസർ ഓപ്ഷൻ സി 31.25 ആണ്. 99 ആൻസർ ഓപ്ഷൻ ബി ആണ്. 125 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 650 1/4 ആണ്.